VS ഇടപെട്ടതിനെ തുടർന്ന് തങ്ങളുടെ നാടിനെ വൃക്ക തട്ടിപ്പിൽ നിന്ന് രക്ഷിച്ച അനുഭവം സ്മരിക്കുകയാണ് ഇടുക്കിയിലെ ആദിവാസി ഉന്നതിയായ മേത്തൊട്ടി നിവാസികൾ. ദരിദ്ര ചുറ്റുപാടുള്ളവരുടെ ദൗർബല്യം ചൂഷണം ചെയ്ത് നടത്തിയ വൃക്ക തട്ടിപ്പ് തടയാനായി 2002 VS നേരിട്ട് മേത്തൊട്ടിയിൽ എത്തിയിരുന്നു. ഒരു റിപ്പോർട്ട്. VSനെ കുറിച്ച് ഓരോ ജനവിഭാഗത്തിനും പറയാനുള്ളത് ഓരോ കഥകളും അനുഭവങ്ങളുമാണ്. അത്തരത്തിലൊന്നാണ് ഇടുക്കിയിലെ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയായ മേത്തൊട്ടിയിൽ നിവാസികൾക്കുള്ളത്. ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്കത്തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഒരു നീക്കമാണ് VSന്റെ സംയോജിത ഇടപെടലിലൂടെ ഇല്ലാതാക്കാനായത്. 2002 നടന്ന ആ സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് വൃക്കത്തട്ടിപ്പിന് ഇരയായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും. ഇവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളാണ് കൂടുതലായിട്ടും അതിനകത്ത് ഇരയായത്. ഒന്നാമത് വിദ്യാഭ്യാസക്കുറവ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളിലായിരുന്നു. ജനങ്ങൾ കഷ്ടത്തിലായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ഇവർക്ക് 5 ലക്ഷം 10 ലക്ഷം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി ഇവർക്ക് എടുത്തതിന് ശേഷം തുച്ഛമായ വണ്ടിക്കൂലി മാത്രം കൊടുത്തു വിടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നത്. പരാതികളെ തുടർന്നും ഇന്നത്തെ പ്രതിപക്ഷ VS സ്ഥലം സന്ദർശിക്കുകയും ഈ ഇവർക്ക് നഷ്ടപ്പെട്ടവരുടെ വീടുകളിൽ പോവുകയും അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് അതേ തുടർന്ന് പിന്നീട് അതിലേക്ക് ആൾക്കാർ പോകാതിരിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ശരിക്കും VSന്റെ ഒരു ഇടപെടൽ നല്ല രീതിയിൽ ഫലപ്രദമായി ജനങ്ങൾക്ക് ഗുണം ചെയ്തു. VS ഒരു നല്ല മനുഷ്യസ്നേഹിയായ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഇവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് VS എന്നും ഇവിടുത്തെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഒരു കടപ്പെട്ടിരിക്കുന്നത്. റേഷനറി വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന മേത്തൊട്ടി പതിക്കൽ മോഹനന് 2.5 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ വൃക്ക നൽകിയ മോഹനന് ആകെ ലഭിച്ചത് 50,000 രൂപ മാത്രം. ഇതിനെതിരെ നിയമവഴി തേടിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മോഹനൻ പറഞ്ഞു. 2002 ഞാൻ എൻ്റെ വൃക്ക കൊടുത്തത് 2.5 ലക്ഷം രൂപ പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് 2.5 ലക്ഷം രൂപയും കിട്ടിയില്ല. എൻ്റെ വൃക്ക പോവുകയും ചെയ്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തിരുന്നു, വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. ഈ നിയമസഹായ വേദിയിൽ നിന്ന് എനിക്ക് എന്നോട് 25,000 രൂപ വക്കീലന്മാർ പൈസ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ പരാതിയിലേക്ക് എല്ലാം കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇന്ന് വരെ യാതൊരു നടപടിയും അത് ഉണ്ടായിട്ടില്ല. ആ കേസ് ഇപ്പം തള്ളിപ്പോയതായിട്ടാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് VS അച്യുതാനന്ദൻ ഇവിടെ അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു 50,000 രൂപ ഇവിടെ കൊണ്ടുവന്ന് അവർ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അന്ന് ശരീരത്തിൽ നടത്തിയ ശസ്ത്രക്രിയയുടെ വടുക്കളുമായിട്ടായിരുന്നു മോഹനെ പോലുള്ളവരുടെ തുടർന്നുള്ള ജീവിതം. വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടയുകയും ചെയ്തു. VS ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതരാകാതിരുന്നതെന്ന് പ്രദേശവാസികൾ നന്ദിയോടെ സ്മരിക്കുന്നു. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.